ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടൂട്ടൂസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ എഗ് റൈസ് ആണ്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ടുട്ടൂന് ഭയങ്കര വിശപ്പ്. അപ്പോൾ തട്ടിക്കുട്ടിയുടെ സംഭവമാണ്. അപ്പോൾ ഞാൻ കാണിച്ച സംഭവങ്ങളൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 5-10 പച്ചമുളക്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചതച്ച് നമുക്ക് എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. ഉണക്കമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ വിട്ടേക്കുക. കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, നമ്മുടെ മല്ലിയില, ഇത്രയേ ഉള്ളൂ. സംഭവം ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ കറിയൊക്കെ വെക്കാൻ മടിയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, മടി പിടിച്ചിരിക്കുന്നവർക്കും. അപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മളുടെ മസാല അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മളുടെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കൊള്ളട്ടെ. ഇനി നമ്മളുടെ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് ചിക്കിയെടുക്കുക. അതായത് അതിൻ്റെ വെള്ളമയമൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ടൊന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ ചോറൊക്കെ വേവിച്ചതൊക്കെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റി വെച്ചേക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ഡ്രൈ ആയി വന്ന സമയത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലംഗങ്ങളുടെ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നിങ്ങൾ ചെയ്തോളുക. അപ്പോൾ ടുട്ടൂന് വിശപ്പായത് കാരണം 11 മണിക്ക് എണീറ്റ് വന്ന് ചെയ്ത സംഭവമാണ് കേട്ടോ. കറികളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ സംഭവമാണ്. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് മുകളിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നാലും നല്ല സംഭവം അടിപൊളി കിടക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ചൂട് ആവി വറക്കുന്ന മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. നേരത്തെയും ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് വേറെ രീതിയിലാണ്, ഇതും വേറൊരു സ്റ്റൈലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മളുടെ നല്ല അടിപൊളി കണ്ടില്ലേ മുട്ടച്ചോറ്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.